മഞ്ചേശ്വരത്തെ ഡീൽ ആരോപണത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ SDPIയിൽ ആലോചന നടക്കുന്നു. വിഷയം ചർച്ച ചെയ്യാനായി കാസർഗോഡ് ജില്ലയിലെ പഞ്ചായത്ത് തലം മുതലുള്ള ഭാരവാഹികളുടെ യോഗം ഇന്ന് കണ്ണൂരിൽ നടക്കും. SDPI മത്സരിക്കുന്നത് BJPയെ സഹായിക്കാനാണെന്ന പ്രചാരം ശക്തമായ സാഹചര്യത്തിലാണ് നേതൃത്വം മാറി ചിന്തിക്കുന്നത്. SDPI വിമർശിച്ച് ഇന്ന് മുസ്ലിം ലീഗ് ഒരു തവണ കൂടി രംഗത്തെത്തുകയും ചെയ്തു. 2021 കേവലം 745 വോട്ടുകൾക്ക് മാത്രം UDF BJPയെ തോൽപ്പിച്ച മണ്ഡലമാണ് മഞ്ചേശ്വരം. ഇത്തവണ മഞ്ചേശ്വരത്ത് SDPI മത്സരിക്കുന്നത് BJPയെ സഹായിക്കാനാണെന്ന പ്രചാരണം UDF വ്യാപകമായി നടത്തി. SDPI നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും പ്രചാരണം ഏറ്റതോടെ സംഘടനാ നേതൃത്വം മാറി ചിന്തിക്കാൻ നിർബന്ധിക്കപ്പെടുകയായിരുന്നു. SDPIയുടെ ലീഡേഴ്സ് കോൺക്ലേവിൽ പങ്കെടുക്കാനായി ദേശീയ അധ്യക്ഷനും സംസ്ഥാന അധ്യക്ഷനും അടക്കമുള്ള നേതാക്കൾ ഇന്ന് കണ്ണൂരിലാണ്. കോൺക്ലേവിന് ശേഷം കാസർഗോഡ് ജില്ലയിലെ പഞ്ചായത്ത് തലം മുതലുള്ള നേതാക്കളുടെ അടിയന്തര യോഗം ചേരാൻ നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. ഈ യോഗത്തിലെ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കുക. SDPIക്കെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് ഇന്നും രംഗത്തെത്തി. SDPIയുടെ ഫാഷിസ്റ്റ് വിരുദ്ധതയുടെ തനിനിറം പുറത്തായെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ആരോപിച്ചു. ഇവിടെ വേങ്ങര മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ SDPIയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് ഇത്തവണ LDFിൻ്റെ സ്ഥാനാർത്ഥി. ഇതൊക്കെ LDFും BJPയും ഇതുപോലുള്ള സംഘടനകളൊക്കെ കാലാകാലങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരവാദപരമായ രാഷ്ട്രീയമാണ്. MK ഷുക്കൂർ, മീഡിയ 1, കൊച്ചി.